ഏത് സംരംഭകനെയും കുഴക്കുന്നൊരു പ്രശ്നമാണ് എങ്ങനത്തെ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാറുണ്ട്. എനിക്കും തെറ്റിപ്പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളിൽ ഇല്ലാത്തൊരു കഴിവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം നിങ്ങളുടെ പാർട്ണർ. നിങ്ങളിലുള്ളൊരു കഴിവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സപ്പോസ് എനിക്ക് നന്നായിട്ട് സെല്ല് ചെയ്യാൻ അറിയാം, എനിക്ക് കൺസ്ട്രക്ഷൻ നടത്താൻ അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട പാർട്ണർ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റിയ ആളാണ്. എനിക്ക് കൺസ്ട്രക്ഷൻ നന്നായിട്ട് നടത്താൻ അറിയുമെങ്കിൽ എനിക്ക് സെല്ല് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ എനിക്ക് വേണ്ട പാർട്ണർ എന്നെ സെയിൽസിൽ സഹായിക്കാൻ പറ്റിയ ഒരാളായിരിക്കും. പലപ്പോഴും സംഭവിക്കുക നമ്മളിലുള്ള ന്യൂനതകൾ തിരിച്ചറിയാതെ നമുക്കെന്താണോ കഴിവുള്ളത് ആ കഴിവ് തന്നെയുള്ള വേറെ ആൾക്കാരായിട്ട് പാർട്ണർഷിപ്പ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് സക്സസ് ആവില്ല. കാരണം നമ്മളുടെ ന്യൂനതകൾ അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ എന്താണോ നമ്മിലെ ന്യൂനത എന്ന് തിരിച്ചറിയുന്നിടത്താണ് പാർട്ണർഷിപ്പിന്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ പാർട്ണർഷിപ്പിന്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല. അപ്പോൾ ആദ്യം വേണ്ടത് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. നമുക്ക് എന്തെല്ലാം കുറവുണ്ട്, നമുക്ക് എന്തെല്ലാം പരിമിതികളുണ്ട്, നമുക്ക് എന്തെല്ലാം ന്യൂനതകളുണ്ട്. ഇത് മനസ്സിലായി കഴിയുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ രാമായണത്തിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ശ്രീരാമൻ ലങ്കയിലേക്ക് പോയപ്പോൾ ലങ്കയിലേക്ക് കടക്കാൻ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ പാലം പണിയണം, ലങ്കയിലേക്ക് ചാടി കിടക്കണം. അപ്പോൾ കുരങ്ങന്മാരെ പാർട്ണറാക്കി. കാരണം അത്രയും ദൂരം ചാടാനായിട്ട് കുരങ്ങന്മാർക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹനുമാനെ പാർട്ണറാക്കി. പിന്നീട് യാത്ര ചെയ്യുമ്പോൾ പക്ഷികളെ പാർട്ണറാക്കി. അപ്പോൾ പക്ഷികളായാലും കുരങ്ങന്മാരായാലും നമ്മൾ പാർട്ണറാക്കുമ്പോൾ എടുത്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ തന്റെ ന്യൂനത അതിനെ പരിഹരിക്കണം എന്നുള്ളത്. അപ്പോൾ പാർട്ണറായിട്ട് സെലക്ട് ചെയ്യുന്ന ആളുടെ മഹത്വമല്ല ആവശ്യം, നമ്മിലെ ന്യൂനത അദ്ദേഹം പരിഹരിക്കുമോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം.